ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സൂര്യ പ്രിയങ്ക പറഞ്ഞേക്ക്. പ്രിയങ്ക വായിക്കോട്ട്. മര്യാദക്ക് എണീറ്റ് വീട്ടിൽ പോ. എല്ലാരും ഇങ്ങോട്ട് എത്തിയ പ്രശ്നമാവേ. മനസ്സിലായോ നിനക്ക്? ചേട്ടന്റെ പേരെന്താ? അമ്മേ, വാതില് തുറന്നേ. അമ്മേ, വാതില് തുറക്കമ്മേ. അമ്മേ, വാതില് തുറക്കമ്മേ. എന്തിനാ? ദേ, ഞാൻ ചായ തരാൻ വന്നതാ. നീ കൊടുത്ത പ്രിയങ്ക മോൾ ഒന്നും കഴിക്കില്ല എന്നറിയില്ലേ? പിന്നെ എന്തിനാ നേരാ നേരത്തിന് എടുത്തോണ്ട് വരുന്നേ? അമ്മേ, വാതില് തുറക്ക്. വാതില് തുറക്കമ്മേ. അമ്മേ, അമ്മേ, മറുപടി അങ്ങോട്ട് പോ. വാതിലൊന്ന് തുറന്നേ. ഞാൻ അവളെ ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കട്ടെ. എന്റെ യശോദെ, പ്രിയങ്ക മോള് കിടന്ന് ഉറങ്ങുക. അതിന്റെ ഇടയിൽ നിന്ന് വിളിച്ച് അവൾക്ക് ദേഷ്യം വരും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അമ്മേ. ഇതൊന്ന് കൊടുത്തു നോക്കട്ടെ. ചിലപ്പോ കുടിക്കുകയാണെങ്കിലോ? എടി, വേണ്ടാന്ന് പറഞ്ഞ നിനക്ക് എന്താ മനസ്സിലാവാത്തത്? രാവിലെ തന്നെ കരുതിക്കുട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണോ? ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നുന്നാ? അവക്കൊരു ചായ കൊടുക്കാൻ വന്നതാണോ? അമ്മ ഒന്ന് മാറി നിന്നേ, ഞാൻ കൊടുത്തു നോക്കട്ടെ. നിക്കടി. അകത്തേക്ക് എങ്ങാനും കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വിധം മാറും. ഒരു അമ്മ സ്നേഹം കാണിക്കാൻ വന്നിരിക്കുന്നു. എടി, ആ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. അതെപ്പം ഉണരണം, എപ്പം കുടിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അതിനിടയിൽ ആരും ഇങ്ങോട്ട് കുത്തി കയറി വരണ്ട. കഷ്ടമുണ്ടമ്മേ. ഈ അവസ്ഥയിലിരിക്കുന്ന അവളുടെ മനസ്സില് വെറുതെ എന്തിനാ വെറുപ്പുണ്ടാക്കുന്നേ? അയ്യേ, എന്തിനാ എന്നിൽ നിന്നും ദേവേട്ടനിൽ നിന്നും അവളെ മാറ്റി നിർത്തുന്നേ? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. സ്നേഹിക്കാൻ പാകത്തിനെ നിങ്ങളുടെ കൺമുന്നിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അന്ന് നിങ്ങൾ സ്നേഹിച്ചോ? അന്ന് നിങ്ങൾക്ക് വേറെ ഒരുത്തി മതിയായിരുന്നു. ഇത്രയും കാലം കിടന്നപ്പോ ഒരാളും ഉണ്ടായിരുന്നില്ലല്ലോ അതിനെ നോക്കാൻ. മനസ്സിന്റെ നില തെറ്റിക്കിടന്ന് കരഞ്ഞപ്പോ ആ കണ്ണീരൊപ്പം ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാ ഞാൻ അവകാശത്തോടെ പറയുന്നേ. പോകാൻ നോക്ക് യശോദേ. ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് അമ്മയ്ക്കൊരു തോന്നലുണ്ടാവും. പക്ഷെ അതല്ലെന്ന് കുറച്ചു കഴിയുമ്പോ അമ്മയ്ക്ക് ബോധ്യം വരും. അവളെ പ്രസവിച്ചത് ഞാനാ. അവളെ നോക്കിയതും വളർത്തിയതും ഞാനാ. എടീ, ബാക്കി കൂടെ പറയടി. അവളെ വെറുത്തതും തള്ളിക്കളഞ്ഞതും നീ തന്നെയാ. നിന്നെ ഓർത്ത് മാത്രമാ അവൾ കരഞ്ഞിട്ടുള്ളത്. അതും കൂടി മുഴുവനാക്ക്. വെറുതെ നിന്ന് കള്ളക്കണ്ണീര് ഒലിപ്പിക്കണ്ട. എനിക്കും എന്റെ മോക്കും നിങ്ങളെയൊക്കെ നന്നായിട്ട് അറിയാം. പോവാൻ നോക്ക്. പോവാൻ പറഞ്ഞില്ലേ? അവളുടെ ഒരു പൂങ്കണ്ണീര് കള്ളി. സൂര്യ, എന്താ ഇവള് പറഞ്ഞത്? എന്ത് ചോദിച്ചിട്ടൊരു അനക്കൂല്ല മുത്തശ്ശി. ഈ ഇരിപ്പ് തന്നെയാ.
6, 7, 8, 9. എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആരുടെ കൂടെ വന്നേ? അയ്യോ, അങ്ങനെയൊന്നും ചെയ്യില്ലേ. മനസ്സിന് സുഖമില്ലാത്ത ഒരാളെ ഇത്രയും ദൂരത്തേക്ക് പോരാൻ ഒരാള് സമ്മതിക്കില്ല. അപ്പൊ ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. ഹാ, എന്ത് കുഴപ്പം മുത്തശ്ശി? അവളുടെ മനസ്സിൽ ചിലപ്പോ കണിമംഗലത്തിനെ കുറിച്ച് ഓർമ്മ കാണും. കൂടുതൽ ഓർമ്മകൾ എന്നെ കൊണ്ട് പറയിപ്പിക്കലേ കൽപ്പനെ. പരമേശ്വര, ഇവക്ക് സുഖമില്ലാന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അതിന്റെ പേരില് നമ്മുടെ കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ലല്ലോ. അതെ അമ്മേ, ഇവളിവിടെ വന്നത് വരുൺ അറിഞ്ഞാൽ പ്രശ്നമായിരിക്കും. ഒരു കാര്യം ചെയ്യട്ടെ, സൂര്യ ഇവളെ അവിടെ കൊണ്ടുപോയി വിടട്ടെ, അതല്ലേ നല്ലത്. സൂര്യ, ഇവളെ വിളിച്ചോണ്ട് പോ. അവിടെ ചെന്നിട്ട് ദേവനാരായണൻ തിരുമേനിയെയും യശോദയെയും ഏൽപ്പിച്ചിട്ടേ പോരാവൂ. ശരി മുത്തശ്ശി. ശ്ശോ, സൂര്യ. പ്രിയങ്കേ, എഴുന്നേക്ക്. എഴുന്നേക്കാനല്ലേ പറഞ്ഞേ? ഏയ്, ഏയ്, വാ ഇങ്ങോട്ട്. സൂര്യ വാ. വരാൻ. പ്രിയങ്കേ, പറഞ്ഞേക്ക്. പ്രിയങ്കേ, എണീക്കാനല്ലേ പറഞ്ഞേ? പ്രിയങ്കേ, പറയുന്നേക്കും. പ്രിയങ്കേ, എണീക്ക്. പ്രിയങ്കേ, ഇങ്ങോട്ട് വരാൻ. പ്രിയങ്കേ, സൂര്യ, പ്രിയങ്കേ, പറഞ്ഞേക്ക്. പ്രിയങ്കേ, പ്രിയങ്കേ, വാ ഇങ്ങോട്ട്. ചേച്ചി, 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 ദേ, ഇവരെന്നെ ചീത്ത പറഞ്ഞു, എന്നോട് പോവാൻ പറഞ്ഞു. മാറങ്ങോട്ട്. ഇറങ്ങി അങ്ങോട്ട്.